വളരെ എളുപ്പത്തിലൊരു വൻപയർ തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 2 മണിക്കൂർ വൻപയർ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുക്കറിൽ വൻപയർ, ഉള്ളി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒരു 4 വിസിലടിച്ചിട്ടുണ്ട്. 4 വിസിലടിക്കുമ്പോഴേക്കും ഏകദേശം അത് വെന്തിട്ടുണ്ടാകും. അതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ കാന്താരി മുളകാണെങ്കിൽ ഏറ്റവും നല്ലത്. തേങ്ങയും കാന്താരി മുളകും ഒന്ന് മിക്സിയിൽ ജാറിലൊന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് താളിച്ച് ഒഴിക്കാം. പിന്നെ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഉണ്ടെങ്കിൽ നല്ലതാണ്. വറ്റൽമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അരച്ച് വെച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം വൻപയറിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഊറ്റിയതിന് ശേഷം ഈ അരപ്പിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. ഏറ്റവും നല്ലത് കാന്താരി മുളകാണ്. കാന്താരി മുളകാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും.